രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോഴും എപ്പോഴും ക്ഷീണമാണ്. ഉറങ്ങിയതുപോലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറക്കം കറക്റ്റ് ആക്കാനായിട്ട് പറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ ഉറക്കം കൺട്രോൾ ചെയ്യുന്നത് മെലറ്റോണിൻ എന്നുള്ളൊരു ഹോർമോണാണ്. മെലറ്റോണിനെ നമ്മൾ വിളിക്കുന്നത് സ്ലീപ്പ് ഹോർമോൺ എന്നാണ്. അതായത് രാത്രിയാകുന്ന സമയത്ത് ഈ മെലറ്റോണിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ സ്ലീപ്പ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. പക്ഷെ നമ്മുടെ തെറ്റായ ജീവിതശൈലി കാരണം നമ്മുടെ ഈ മെലറ്റോണിനെ നമ്മൾ സപ്രസ് ചെയ്യുകയാണ്, ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ കാരണം ഈ മെലറ്റോണിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ വളരെ കുറവാണ്. ഇത് ദിവസവും വേണ്ട ഹോർമോണാണ്. മെലറ്റോണിൻ എന്ന് പറയുമ്പോൾ അത് പിനിയൽ ഗ്ലാൻഡിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. രാത്രിയാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അത് നമുക്ക് രാവിലെ ആകുന്നത് രാത്രി ആവുന്നതൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ പ്രതിരോധ ശക്തിക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുമാണ്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി വരെ കൺട്രോൾ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു ഹോർമോൺ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് മെലറ്റോണിൻ. മെലറ്റോണിൻ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പം ഇല്ലാതാവും. ഇപ്പോൾ ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ, അതാണ് ഏറ്റവും വലിയ എനിമി. നമ്മൾ രാത്രി ലേറ്റായി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു മൊബൈൽ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടില്ല. ഈ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ്, അല്ലെങ്കിൽ ടാബ്ലറ്റിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ്, ടെലിവിഷനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ്, ലാപ്ടോപ്പിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ കണ്ണുകളിൽ എത്തിയതിനു ശേഷം ബ്രെയിനിൽ എന്തോ സംഭവിക്കും, അത് രാവിലെയാണെന്നൊരു തോന്നലുണ്ടാവും. ഇപ്പോൾ പിനിയൽ ഗ്ലാൻഡ് മെലറ്റോണിൻ ഉണ്ടാവുന്നത് കുറയ്ക്കും. അപ്പോൾ നമുക്ക് അത്രയും മാത്രം മെലറ്റോണിൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ പ്രിവെൻറ്റ് ചെയ്യണം. 10 മണിക്ക് ശേഷം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ചും കുട്ടികൾ, അത് നല്ല ഉറക്കം കിട്ടില്ല. നമ്മൾ പൂർണ്ണമായിട്ടൊരു നല്ല ഉറക്കത്തിലോട്ട് പോവില്ല. ശരിക്കും 2 മണിക്കൂർ മുമ്പ് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. 1 മണിക്കൂർ മുമ്പെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക. വാം ലൈറ്റാണ് ഏറ്റവും നല്ലത്. നമ്മൾ സ്ക്രീനുകൾ ഒഴിവാക്കുക. അതുപോലെ മൊബൈൽ ഫോൺ മുഖത്ത് അടുത്തോട്ടാണ് വെക്കുന്നത്, അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. രണ്ടാമത്, വളരെ ശക്തമായ വെളിച്ചമുള്ള റൂമുകളിലും നമ്മൾ ഈ സമയത്ത് ഇരിക്കുന്നത് നല്ലതല്ല. അപ്പം നമുക്ക് പല വീടുകളിലും നല്ല ശക്തിക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. അതും 8 മണിക്ക് ഇടുന്ന ലൈറ്റ് ആയിരിക്കാം. ശരിക്കും 10 മണിയായാലും 11 മണിയായാലും അത്രയും ലൈറ്റിൻ്റെ ചുറ്റിനുമായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അതേ പ്രോബ്ലമാണ്. നമ്മുടെ ബ്രെയിൻ മനസ്സിലാവുന്നത് രാത്രി ആയിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ മെലറ്റോണിൻ ഹോർമോൺ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഡിം ലൈറ്റിംഗ് ആണ് ഏറ്റവും നല്ലത്. അതുപോലെ സീലിംഗ് ലൈറ്റ് ഡിം ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്, ഇറഗുലർ സ്ലീപ്പ് ടൈമിംഗ് ആണ്. അതായത് നമ്മൾ ഒരു ദിവസം 10 മണിക്ക് കിടക്കുന്നു, പിറ്റേ ദിവസം 2 മണിക്ക് കിടക്കുന്നു, പിറ്റേ ദിവസം 1 മണിക്ക് കിടക്കുന്നു, പിറ്റേ ദിവസം 10 മണിക്ക് വീണ്ടും കിടക്കും. ഇത് ബയോളജിക്കൽ ക്ലോക്കിനെ തെറ്റിക്കുകയാണ്. ബ്രെയിനിന് എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഇഷ്ടമാണ്. ഉറങ്ങുന്നതും എഴുന്നേക്കുന്നതും ഒരേ സമയത്താണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെങ്കിലും നൈറ്റ് ഡ്യൂട്ടി അടുപ്പിച്ചെടുക്കാൻ നോക്കുക, 3 ദിവസം 4 ദിവസം. അപ്പോൾ ഒരു താളം എത്തും. താളമില്ലാത്തത് ബ്രെയിനിന് നല്ലതല്ല. ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്കുള്ളവർക്ക് മെലറ്റോണിൻ ഉണ്ടാകില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മെലറ്റോണിൻ ഉണ്ടാവും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ രാവിലെ ഉറങ്ങാൻ നേരത്ത് കർട്ടൻ ഫുൾ അടയ്ക്കുക, വെട്ടം കയറാതിരിക്കാൻ നോക്കുക. കണ്ണിൽ നമ്മൾ സാധാരണ ഒരു ഐപാഡൊക്കെ വെച്ച്, ഐപാഡിൽ നിന്ന് കണ്ണിങ്ങനെ കവർ ചെയ്യുന്ന പാഡ് വെച്ച് നമുക്ക് കിടന്ന് ഉറങ്ങാം. ഞാൻ ഇങ്ങനെയാണ് മിക്കവാറും ഇപ്പോൾ രാത്രി ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ കൂടുതൽ നേരം രാവിലെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാറുണ്ട്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരും അടുപ്പിച്ചെടുക്കാനായിട്ട് നോക്കുക. അതായത് ഒന്നിടവിട്ട് എടുക്കുന്നതിനെക്കാട്ടും നല്ലതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വീക്ക് ഡേയിലോട്ട് പോകുന്നു. അത് നല്ലൊരു മാർഗ്ഗമാണ്. ഇനി രാത്രി ഒത്തിരി മീൽസ് കഴിക്കുന്നു, ഒത്തിരി ഹെവി മീൽ കഴിക്കുമ്പം നമുക്ക് ആദ്യം ഒരു ഉറക്കം വരും. പക്ഷേ ദഹനം നടക്കുന്നതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു ക്വാളിറ്റി സ്ലീപ്പ് ഈ സമയത്ത് ലഭിക്കില്ല. അപ്പോൾ മെലറ്റോണിൻ സെക്രീഷൻ അത്യാവശ്യം വരികയില്ല. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ട് സ്മോളർ മീൽ കഴിക്കുന്നതാണ് നല്ലത്. അതുപോലെ കഴിച്ചതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് നടന്നു കഴിഞ്ഞാലും നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ലീപ്പ് ഹൈജീൻ. അതായത് നമ്മൾ റൂമിൽ വളരെ ശബ്ദമുണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നല്ല ചൂടാണ്, അതുപോലെ തന്നെ റൂം വളരെ സ്മെല്ലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ ശരിക്കും അതെല്ലാം ഒന്ന് അനുയോജ്യമാക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൺവീനിയൻ്റ് ആയിട്ട് വളരെ സമാധാനത്തോടുകൂടി ഉറങ്ങാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത സൗണ്ട് ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത സ്റ്റിമുലസ് ഒഴിവാക്കുക, പ്ലസൻ്റ് ആയിട്ടുള്ള റൂം, അതുപോലെ തന്നെ നല്ല ഒരു ക്ലൈമറ്റ് ഒരുക്കുന്നതും നമ്മുടെ ഉറക്കത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. രാവിലത്തെ സൺലൈറ്റ് നിങ്ങൾ കുറച്ച് നേരം കൊള്ളുന്നത് മെലറ്റോണിൻ കൃത്യസമയത്ത് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് രാവിലെ ഒരു 7 മണിക്കും 8 മണിക്കുള്ള വെയിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കൊള്ളാനായിട്ട് പറയുന്നത്. ശരിക്കും അത് ഉണ്ടെങ്കിലുള്ള ഗുണം നമ്മുടെ മെലറ്റോണിൻ കറക്റ്റായിട്ട് ഒരു 8 മണി 10 മണിയാകുമ്പം നല്ലോണം ആവും, അതായത് രാത്രി കൂടും. അപ്പോൾ രാവിലത്തെ ഒരു സൺലൈറ്റ് കുറച്ച് കൊള്ളുന്നത് രാത്രി ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി 5 മണിക്ക് ശേഷം നമ്മൾ ചായ, കാപ്പി, എനർജി ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇത് ഒഴിവാക്കണം. ഇതിനെല്ലാം കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. ഈ കഫെയിൻ എന്ത് ചെയ്യും? നമ്മുടെ അഡിനോസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും അലേർട്ടായിരിക്കും, നമ്മൾ ഭയങ്കര അലേർട്ടായിട്ടിരിക്കും. അപ്പോൾ കഫെയിൻ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ ഒരു മണിക്ക് ശേഷമാണ് കുടിക്കുന്നതെങ്കിൽ, നമ്മുടെ മെലറ്റോണിനെ ഉണ്ടാക്കുന്നത് കുറയ്ക്കും, നമ്മൾ കുറച്ചുകൂടെ അലേർട്ടായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു 5 മണിക്ക് ശേഷം ഇത്തരത്തിലുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ ബോഡിയെ ലൈറ്റ് ആക്കണം, അല്ലേ, സോഫ്റ്റ് ആക്കണം, അത് റിലാക്സ് ആക്കണം.
അടുത്താണ് മദ്യം. മദ്യം പലരും വിചാരിക്കുന്നത് മദ്യം കഴിച്ചാൽ നല്ലോണം ഉറങ്ങാവുന്നതാണ്. തുടക്കം കറക്റ്റാണ്, പക്ഷേ സ്ലീപ്പ് ക്വാളിറ്റി ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും കുറയും. സ്ലീപ്പ് ക്വാളിറ്റി നല്ലോണം കിട്ടില്ല. നോർമൽ മെലറ്റോണിന് ആൽക്കഹോൾ പ്രശ്നക്കാരനാണ്. അതുപോലെ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യും, രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യും മദ്യം കഴിച്ചു കഴിഞ്ഞാൽ. ഇനി അടുത്തത് നിക്കോട്ടിൻ, സ്മോക്കിംഗ് അതുപോലെ നിക്കോട്ടിൻ ഉണ്ടാവുന്ന എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ നിക്കോട്ടിൻ സ്ഥിരമായിട്ട് വലിക്കുകയാണ് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ നമ്മുടെ മെലറ്റോണിൻ പ്രൊഡക്ഷൻ നല്ലോണം കുറയും. അതുപോലെ നമുക്ക് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിട്ടുള്ള ഉറക്കമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി മാനസിക സമ്മർദ്ദം, വളരെ ശക്തമായ മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ കോർട്ടിസോൾ ഹോർമോൺ ഉണ്ടായിരിക്കും. ഇപ്പം നാളത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് കിടക്കുകയാണ്. നാളെ അവർ വരുമ്പോൾ എന്ത് ആഹാരം കുക്ക് ചെയ്യും, അവനോട് എന്ത് പറയും, അവളോട് എന്ത് പറയും, അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കോർട്ടിസോൾ ഹോർമോൺ അമിതമായി കൊണ്ടേയിരിക്കുകയാണ്. അതെങ്ങനെ ഓവർകം ചെയ്യാം? ഏറ്റവും കൂടുതൽ ഉറക്കം കിട്ടാത്തതിൻ്റെ ഒരു കാര്യമാണിത്. ഇത് മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയ്ക്കും, കാരണം നമ്മൾ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ അതിന് ചെയ്യാനുള്ള റിലാക്സേഷൻ ടെക്നിക്കും കുറച്ച് വ്യായാമങ്ങളും അതുപോലെ എങ്ങനെ ചെയ്യാമെന്നുള്ള ടെക്നിക്കും ഞാൻ ഏറ്റവും അവസാനം പറയാം. ഇത് മൊത്തം കണ്ടിരിക്കുക. ഇനി അടുത്ത കാരണം പറയാം. പ്രായം കൂടുമ്പോഴും നമുക്ക് മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ടാണ് പ്രായമുള്ള ആളുകൾക്ക് മെലറ്റോണിൻ ടാബ്ലറ്റ് നമ്മൾ കൊടുക്കുന്നത്. 1 മില്ലിഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും, 3 മില്ലിഗ്രാം കൊടുക്കും, എന്നിട്ട് എഫക്റ്റീവ് അല്ലെങ്കിൽ 6 മില്ലിഗ്രാമിലോട്ട് പോകും. അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് അവരുടെ മെലറ്റോണിൻ കുറയുന്നത് കൊണ്ട് അവർക്ക് ഉറങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടതെന്ന് നോക്കും. മെലറ്റോണിൻ ടാബ്ലറ്റ് അവൈലബിൾ ആണ്, അത് ഡോക്ടറോട് ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് നോക്കും. വേറെ എന്തെങ്കിലും അസുഖം കാരണമാണോ ഉറങ്ങാൻ പറ്റാത്തതെന്നൊക്കെ നമ്മൾ നോക്കും. പിന്നെ ഒരു കോമൺ ആണ് ജെറ്റ് ലാഗ്. ഇപ്പോൾ നമ്മൾ പല യാത്രകൾ പോകുന്ന സമയത്തും നമ്മുടെ ടൈം സോൺ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ബോഡിയുടെ ഒരു നോർമൽ ക്ലോക്ക് തെറ്റിപ്പോകും. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസം ഞാൻ കുറച്ച് നേരം ഉറങ്ങുള്ളൂ. അതായത് എൻ്റെ ആ രാജ്യത്തെ ടൈമുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ അടുത്ത ദിവസം കുറച്ചുകൂടെ തളർന്ന് നടന്ന് കറക്റ്റായിട്ട് ആ ഒരു രാജ്യത്തെ പോലെ അങ്ങ് ഉറങ്ങും. ആ രീതിയിലാണ് ഞാൻ എന്നെ സാധാരണ അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റാതെ വരാം. ചില ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചില സ്റ്റീറോയിഡ് ഗുളികകളോ ചില നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ കഴിക്കുന്ന സമയത്തൊക്കെ ചില പ്രോബ്ലംസ് ആയിട്ട് ഉറക്കമില്ലായ്മ വരാം. ചില ആൻറ്റി ഡിപ്രസൻസിന് പോലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമില്ല, പക്ഷേ ഉറക്കക്കുറവുണ്ടെങ്കിൽ ഇത് കാരണം മരുന്നുകൾ കാരണമാണോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാ മരുന്നുകൾക്കും എല്ലാവർക്കും ഒരേപോലെയുള്ള ആക്ഷൻ അല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സിർക്കാഡിയൻ റിതം കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ വെയിൽ കൊള്ളുക, വ്യായാമം ചെയ്യുക, കുറച്ച് സ്ട്രെച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ദിനചര്യയിലോട്ടൊക്കെ പോവുക. രാത്രിയും ഒരേ ടൈമിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അഥവാ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസത്തെ യാത്ര മാത്രം നമ്മൾ കുറച്ച് നേരം ഉറങ്ങി ആ ഒരു പ്രോപ്പർ ടൈമിൽ എണീക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നോർമലായിട്ട് ആ രാജ്യത്തിലെ പോലെ തന്നെ നമ്മൾ ആ ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ രാജ്യത്തിലെ ആ ടൈമുമായിട്ട് മിക്സ് ആവാനായിട്ട് പറ്റും. പിന്നെ ചില ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കാൻ പറ്റുമോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. മെലറ്റോണിൻ ഉൽപ്പാദനം കുറച്ച് കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം കിവി, വാൽനട്ട്, അതുപോലെ പിസ്ത, ഓട്സ്, അതുപോലെ മുട്ട, മീന്, പഴം, അതെല്ലാം ട്രിപ്റ്റോഫാനും മെഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ B6 ഒക്കെ അടങ്ങിയിട്ടുള്ള ആഹാരമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊന്നും ശ്രദ്ധിക്കാതെ ആഹാരം മാത്രം നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള മെലറ്റോണിൻ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് ശരിയാക്കാനായിട്ട് കഴിയില്ല. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് ബോഡിക്ക് വ്യായാമം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡി വ്യായാമം ചെയ്ത് കഴിയുമ്പം ശരീരത്തിലും മനസ്സിലും ബ്രെയിനിലും മാറ്റം ഉണ്ടാകും. ഇപ്പം നല്ലോണം നടക്കുക, ചെറുത്ത് വെയിറ്റ് എടുത്തിട്ടുള്ള വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ക്ഷീണം വന്ന് ഉറങ്ങും, രണ്ട് നമ്മുടെ മസിൽസ് എല്ലാം റിലാക്സ് ആവും. രണ്ടാമതായിട്ട് മനസ്സിന് ശാന്തമാക്കാനായിട്ട് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ശ്വാസം അകത്തോട്ട് വലിച്ചെടുക്കുക, ഹോൾഡ് ചെയ്ത് പിടിക്കുക, അതിനുശേഷം വളരെ സാവധാനം റിലീസ് ചെയ്യുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ചെയ്യുക, രാവിലെയും രാത്രിയും. അത് നമ്മുടെ മനസ്സിനെ സമാധാനമാക്കുന്ന മാർഗ്ഗമാണ്. ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളൊരു കാര്യം, നമുക്ക് സ്വന്തമായിട്ടുള്ള ഹോബീസ് ഉണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത് എഴുതി വയ്ക്കുക. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അരമണിക്കൂർ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുക. അത് നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി പല കാര്യങ്ങളും ചിന്തിച്ച് കിടക്കുകയാണെങ്കിൽ ഞാനൊരു മെത്തേഡോട് പറയാം. എന്തെങ്കിലും ഒരു പ്രഭാഷണമോ അല്ലെങ്കിൽ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു കോമഡിയോ കേട്ടുകൊണ്ട് കിടക്കുക, കാണരുത്. മൊബൈലിൽ നമുക്ക് യൂട്യൂബിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്ലിപ്പ് കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു വീഡിയോ കഴിയുന്ന സമയത്തോ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. കട്ടിൻ്റെ അടിയിലോട്ട് വെക്കുക, അത് മാത്രം കേട്ടുകൊണ്ട് കിടക്കുക. പല ആളുകൾക്കും പല മരുന്നുകളും, ഇപ്പോൾ ഉറക്ക ഗുളികയൊക്കെ കഴിച്ച് പല ആളുകൾ ഉറങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് ഞാൻ ഈ മെത്തേഡ് പറഞ്ഞു കൊടുത്തപ്പം പല ആളുകൾക്കും മരുന്നുകൾ നിർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പല പേഷ്യൻസിനും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്,
എൻ്റെ അതിന് മുമ്പുള്ള വീഡിയോസിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് വായിച്ചു നോക്കിയാൽ അറിയാം, ഒത്തിരി ആളുകൾക്ക് അത് എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ്. ഇങ്ങനെ എന്തെങ്കിലും കേട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങിപ്പോകും. കാരണം നമ്മുടെ ശ്രദ്ധ ആ ഒരു വീഡിയോയിലാവും. ആ വീഡിയോയിൽ കുറച്ച് നേരം കേട്ട് കിടക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഉറങ്ങിപ്പോകും. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ചില ദിവസങ്ങളിൽ ഉറക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ്. വളരെ എഫക്റ്റീവാണ്. 10-15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമ്മളങ്ങ് ഉറങ്ങും. പക്ഷെ അത് മാത്രം ശ്രദ്ധിച്ച് കിടക്കുക. ഉറങ്ങുന്നില്ല എന്നുള്ള ടെൻഷൻ വേണ്ട. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിനെ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാ കോശങ്ങളും റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ശരീരത്തിൽ പല സെൽസും റിപ്പയർ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈ വീഡിയോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.